നമ്മൾ കണ്ട് മറന്നൊരു കണ്ട് 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 പോയൊരു സിനിമയുടെ സെയിം ഒരു സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെയാണ്. ഹൊററിൻ്റെ കാര്യമൊന്നുമില്ല, ഒരു ത്രില്ലർ സിനിമ, ഒരു ആക്ഷൻ ഫിലിം. എല്ലാവരും കാണണം കേട്ടോ. ആൾ കുറവാണെന്ന് തോന്നുന്നു, ഭയങ്കരമായിട്ട് ആൾ കുറവാണ്. നമ്മളെ ഇന്ത്യൻ സിനിമയിൽ കാണാത്ത ടൈപ്പ് സംഭവം. കൊള്ളാം, സിനിമ കൊള്ളാം, നല്ല രസമുണ്ട് സിനിമ കാണാൻ. എടുത്തു പറയാനായിട്ട് മേക്കിംഗ് ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. നല്ല പടം, നല്ല രസമുണ്ട് കാണാൻ. എന്ന് വെച്ചാൽ ലുക്മാനൊക്കെ പൊളിച്ചിട്ടുണ്ട്. ചെമ്പൻ വിനോദ് ലുക്മാനും പൊളിച്ചിട്ടുണ്ട്. സിനിമ നല്ല രസമുണ്ട്. ത്രില്ലർ നല്ല രസമുണ്ട് കാണാൻ, നല്ല രസമാണ്. നല്ലൊരു മ്യൂസിക്കൊക്കെ ഒരു രക്ഷയില്ല, മ്യൂസിക്കൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പൊളിയാണ്. എല്ലാവരും കാണണം കേട്ടോ. ആൾ കുറവാണെന്ന് തോന്നുന്നു, ഭയങ്കരമായിട്ട് ആൾ കുറവാണ്. എല്ലാവരും പോയി കാണണം. അതിൽ 2 പയ്യന്മാരുണ്ട് വില്ലനായിട്ട്. അവർക്ക് വേണ്ടി പടം ഒരിക്കലും കൂടി കാണും. നല്ല ഡാൻസ് ആയിട്ടുള്ള ഇടി, നല്ല കഥയാണ്. നല്ല പടം പറഞ്ഞാൽ നല്ല പടം വിജയിക്കും. ത്രില്ലിങ് അതിൽ ഒരു പുതിയ കഥാപാത്രം 2 പേരുണ്ട് വില്ലനായിട്ട്. അത് കാണേണ്ട ഒരു സംഭവമാണ്. ഹൊററൊന്നുമില്ല, ഹൊററിൻ്റെ കാര്യമൊന്നുമില്ല, ഒരു ത്രില്ലർ സിനിമ, ഒരു ആക്ഷൻ ഫിലിം. കൊള്ളാം. ഒരു 2 പയ്യന്മാരെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞെട്ടിക്കാൻ സാധാരണ കൊള്ളാം, കണ്ടോണ്ടിരിക്കാം, ബോറടിക്കില്ല. അത്ര ഒന്നും പറയാനൊന്നുമില്ല. അടിപൊളി പടം. ആള് കുറവാണ്, പക്ഷെ പടം ഒരു രക്ഷയില്ല, കിട്ടുമോ. അടിപൊളി മേക്കിങ്ങും എല്ലാം സൂപ്പർ പടം. ഒന്നുമില്ല, മറ്റേ നമ്മളെ ഇപ്പോൾ വന്ന് വിജയിച്ച എല്ലാ പടത്തിൻ്റെയും കൂടെ ചേരേണ്ട പടമാണ്. നീ മൗത്ത് പബ്ലിസിറ്റി കിട്ടുമോയെന്ന് അറിയില്ല. മൗത്ത് പബ്ലിസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് പോകേണ്ട പടം. അടിപൊളി പടം, ഒരു രക്ഷയില്ല. മേക്കിങ്ങും എല്ലാം സൂപ്പറാണ്. എല്ലാം ഒരു ആക്ഷനൊക്കെ ഉണ്ട്, ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. നമ്മളെ ഇന്ത്യൻ സിനിമയിൽ കാണാത്ത ടൈപ്പ് സംഭവം. സൂപ്പർ ഒരു രക്ഷയില്ല. അടിപൊളി പടം. എത്ര നിങ്ങളൊക്കെ കൂടി സപ്പോർട്ട് ചെയ്ത് എങ്ങനെ ആളൊക്കെ പടം നല്ല സൂപ്പറായിട്ട് അവർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഫൈറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എടുത്തിരിക്കുന്നത് നല്ല വേറെ രീതിയിലാണ്. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലൊക്കെ എടുത്തിരിക്കുന്നത്. ചെമ്പൻ വിനോദും മറ്റേ ലുക്മാനൊക്കെ അവരെയൊക്കെ ഒരു സാധ്യതയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. നല്ല ആക്ഷൻ ഫിലിമാണ്. കണ്ടുകൊണ്ടിരിക്കാം. അത് ബാക്കിയുള്ളവർ കണ്ട് മനസ്സിലാക്കട്ടെ. അതാണ് ഏകദേശം നമുക്ക് അതിൽ കൂട്ടാം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണാത്തൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ കാണുന്നത്. ഒരു ക്യാമറ വർക്കും BGM ഒരു ഫൈറ്റ് സീനും ഒരു അതിൻ്റെ ഒരു കളറിങ് തന്നെ വേറൊരു വ്യത്യാസത്തിൽ എടുത്തിരിക്കുന്നത്. കൊള്ളാം, നല്ല സിനിമയാണ്. എനിക്കൊരു ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത് കേട്ടോ. കുഴപ്പമില്ല, ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടൊരു സ്റ്റോറിയാണ്. അപ്പം അങ്ങനെ അതുകൊണ്ട് ഭയങ്കര ഒരു ഇൻവോൾവ് ചെയ്യാൻ തോന്നിയില്ല സിനിമയിൽ, പറ്റിയില്ല എന്നുള്ളതാണ്. അതിനൊന്നും ഒരിക്കലും പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞില്ലേ, അത് ഡിഫറെൻറ്റ് അപ്രോച്ച്, ഡിഫറെൻറ്റ് ജോണർ. ഇതൊരു ആക്ഷൻ ത്രില്ലർ, ക്രൈം ത്രില്ലർ മോഡിലാണ് ഈ സിനിമ പോകുന്നത്. പക്ഷേ പ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ സിനിമ കണ്ട് വരുമ്പോൾ ആ സിനിമയുടെ പ്രോഗ്രസ് നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. അതാണ് സിനിമയുടെ എനിക്കൊരു ഡിഫോൾട്ടായിട്ട് തോന്നിയത്. അതിൻ്റെ ആ പ്രോഗ്രസ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ടോട്ടാലിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പെർഫോമൻസ്, ലുക്മാൻ്റെയും ചെമ്പൻ വിനോദിൻ്റെയും മണികണ്ഠൻ്റെയൊക്കെ പെർഫോമൻസ് സൈഡ് ഓക്കെയാണ്. സിനിമയ്ക്ക് ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചുണ്ട്. ഞാൻ സിനിമ കൊള്ളില്ല എന്നല്ല പറയുന്നത്, സിനിമ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചിലാണ് എടുത്തിരിക്കുന്നത്. ഒരു വെറൈറ്റി മേക്കിംഗ് ഒക്കെ ഉണ്ട്. എബോവ് ഓൾ പടത്തിൻ്റെ സ്ക്രീൻ പ്ലേ ആണെങ്കിൽ കണ്ടാണ് നമ്മൾ കണ്ട് മറന്നൊരു കണ്ട് കണ്ട് പോയൊരു സിനിമയുടെ സെയിം ഒരു സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെയാണ്. പിടിച്ചിരുത്താൻ അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അതിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ തോന്നിയില്ല. ഇടയ്ക്ക് പിന്നെ ഈ എന്താ പറയുക, അങ്കമാലി ഡയറീസിലൊരു വില്ലൻ്റെ ഒരു സിനിമയുണ്ട്. അതിൽ ഈ ഇടയ്ക്ക് ഈ വില്ലന്മാരുണ്ട്, അവരുടെ ഈ ഒരു ഷാപ്പിലൊരു ഫൈറ്റ്, പിന്നെ എന്താ പറയാൻ ആ കാര്യങ്ങൾ, അതൊക്കെ കൊള്ളാം. പിന്നെ അല്ലാതെ ഒരു ത്രൂ ഔട്ട് എൻഗേജിങ് അല്ല പടം. ത്രൂ ഔട്ട് ഒരു സീറ്റഡ് ത്രില്ലർ എന്നൊന്നും പറയാനില്ല. പടം രസമുണ്ട്. എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ തന്നെ കാണണം കേട്ടോ. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. കാരണം ചെറിയൊരു കഥയുള്ളൂ, പക്ഷേ ഒരു വെറൈറ്റി സിനിമയാണ്. ആ ഒരു സൗണ്ട് ഡിസൈന്, ആക്ഷന്, കഥാപാത്രങ്ങളുടെ പേര്, കാളഹസ്തി എന്ന് പറഞ്ഞൊരു ഗ്രാമം, 80s കഥ, ഓരോ കഥാപാത്രങ്ങളുടെ പേരൊക്കെ രസം. ഞാൻ നല്ല എൻജോയ് ചെയ്തു പടം. എന്തെന്ന് പറഞ്ഞാൽ ചെമ്പൻ്റെ ബ്രദറിന് പടം എടുക്കാൻ അറിയാം, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു മണികണ്ഠ അയ്യപ്പനാണെന്ന് തോന്നുന്നു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അത് കൃത്യമായിട്ട് പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ BGM ഒക്കെ കിട്ടിലുമായിരുന്നു. ചെമ്പൻ, ലൂക്ക്മാൻ, പിന്നെ പേരറിയാത്ത 2 പേര്. അതിൽ ഒരാൾ അങ്കമാലിയിൽ അഭിനയിച്ചിട്ടുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഒരു LJP പടത്തിൻ്റെ ഫ്ലേവർ ഉണ്ട് മൊത്തത്തിൽ. ഒരു വയലൻ്റാണ്, റോ നേച്ചറാണ്. സ്റ്റോറി ത്രെഡ് വളരെ ചെറിയൊരു ത്രെഡാണ്, പക്ഷേ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എനിക്കൊന്നും ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷേ നിങ്ങളൊരു സിനിമ ആസ്വാദകനാണെങ്കിൽ വെറൈറ്റി സിനിമ കാണാൻ ഉറപ്പായിട്ടും ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കാണണം. എന്ന് പറഞ്ഞാൽ ആ ഒരു സൗണ്ട് എഫക്റ്റ് ഉണ്ടല്ലോ, അടിപൊളി. ആ ഒരു കളർ ഗ്രേഡിങ്, സൗണ്ട് എഫക്റ്റ്, ആക്ഷൻസ്. ഫസ്റ്റ് ഹാഫിലൊരു കള്ള് ഷാപ്പിലെ പാട്ടും ആക്ഷനും ഉണ്ട്. എന്താ വൈബ്. പിന്നെ ക്ലൈമാക്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പടം.